സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ 20 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിനായി 825 കോടി രൂപയിലധികം വെള്ളിയാഴ്ച തന്നെ തുക അനുവദിച്ചിരുന്നു. ഈ തുക ബാങ്കുകളിലേക്ക് കൈമാറി ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ശനിയാഴ്ച തന്നെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ മാസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയില്ല എന്ന KPCC അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. വസ്തുത അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെയാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഈ പ്രസ്താവന തള്ളിക്കളയണമെന്ന് ധനമന്ത്രി അഭ്യർത്ഥിച്ചു. പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങളും സാങ്കേതികത്വവും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏതാണ്ട് 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത്. ഇത് ദിവസങ്ങളെടുത്താണ് പൂർത്തീകരിക്കുന്നത്. എല്ലാ മാസവും 1 മുതൽ 15 വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ അവസരം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യുന്നവരെ കൂടി ഉൾപ്പെടുത്തി 15-ന് ശേഷം അതത് മാസത്തെ ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കുന്നത്. തുടർന്ന് പഞ്ചായത്ത് ഡയറക്ടർ നൽകുന്ന പട്ടികയിലെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ച് ഉത്തരവിറക്കുന്നതെന്നും തുക കൈമാറുന്നതെന്നും ധനമന്ത്രി അറിയിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷനിൽ പകുതിയോളം പേർക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യും. അതേസമയം കൈകളിലേക്കുള്ള വിതരണം തിങ്കളാഴ്ചയോടെ കൂടുതൽ സജീവമാക്കും. ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾക്കുള്ള പണം ബന്ധപ്പെട്ട ബോർഡിന് കൈമാറും. തുടർന്ന് ബോർഡുകളാണ് തുക വിതരണം ചെയ്യുന്നത്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാവർക്കും പെൻഷൻ എത്തിക്കാൻ ഒറ്റ ദിവസത്തിൽ തന്നെ കഴിയില്ല. ഈ നടപടിക്രമത്തിൽ തന്നെയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. തുക എത്തിച്ചേരാത്തവർക്കെല്ലാം തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും. 27-നുള്ളിൽ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.